ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ ഗ്ലാമർ വണ്ടി സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. അത് സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ്, എഞ്ചിൻ ഓയിൽ മാറ്റം, അങ്ങനെ 1-2 കേസുകളാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ സെൽഫ് കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന സമയത്ത് സെൽഫ് മോട്ടറിൻ്റെ കാർബൺ ബ്രഷ് പോയി കിടന്നാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ അതിൻ്റെ ആർമേച്ചർ യൂണിറ്റിന് നല്ല തേയ്മാനം വന്നിട്ടുണ്ട്. അതായത് ശരിക്കും ആ ബ്രഷ് വർക്ക് ചെയ്യുന്ന ഭാഗം തേയ്മാനം വന്നൊരു സ്റ്റെപ്പ് പോലെ ആയിട്ടുണ്ട്. തൽക്കാലം നമ്മളത് ക്ലീൻ ചെയ്ത് ബ്രഷ് മാറ്റി റീസെറ്റ് ചെയ്ത വർക്കാവും. ചിലപ്പോൾ ഒരു സൗണ്ട് മൂളിച്ച് സൗണ്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കൂടി വർക്കാക്കാനായിട്ട് പറ്റും. നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. കാരണം ഞാൻ പുതിയത് വരുമ്പോൾ ഏകദേശം 2000 ശിഷ്ടം വന്നുണ്ട്, 2000 രൂപയുടെ മുകളിൽ വന്നുണ്ട് നമുക്ക്. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് ബ്രഷ് ഒന്ന് മാറ്റിയിട്ട് നോക്കാം. ഇതിൻ്റെ എന്ന് വെച്ചാൽ ഈ തേയ്മാനം ഉള്ളത് കൊണ്ട് തന്നെ ഇതുമ്പോൾ ബ്രഷ് മാറ്റിയിട്ടാലും ഒരുപാട് നാൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ ആദ്യം നല്ല ബ്രഷ്, നല്ല മോട്ടർ ഏകദേശം നമുക്ക് ഒരു 10 മാസം ഓടുന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 8 മാസത്തിനുള്ളിൽ ഡാമേജ് വരും. ആ ഒരു അവസ്ഥയായിരിക്കും ഇത് നമ്മൾ കാണിക്കണം കേട്ടോ. ഞാൻ ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. നിലവിൽ ഈ തേയ്മാനം ഉള്ളത് കൊണ്ട് ബ്രഷിൻ്റെ ലൈഫ് പകുതി കുറയും. ഒരു 80% നമുക്ക് ഉപയോഗിക്കാൻ കിട്ടുള്ളൂ. പെട്ടെന്ന് തേഞ്ഞു പോകും കേട്ടോ. അപ്പോൾ തൽക്കാലം നമുക്കത് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് മോട്ടർ മാറണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 2000-2000 ചില്ലാൻ്റെ റേറ്റ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണമുണ്ട്. പിന്നെ ഈ സൈഡിലത്തെ ഈ കവർ ഇവിടെ പൊട്ടി കിടക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ തൽക്കാലം നമ്മൾ തൽക്കാലത്തേക്കൊന്ന് ടൈ ചെയ്തൊക്കെ റെഡിയാക്കി നിർത്താം നമുക്ക്. കാരണം ഞാൻ അത് അസംബ്ലി ആയിരുന്നു വരുള്ളൂ. മൊത്തത്തിൽ മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ. ഇവിടെ നിന്ന് പൊട്ടിപ്പോയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. പിന്നെ കൂട്ടത്തിൽ കൂടെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ബാറ്ററിയും കൂടി നമ്മൾ ആ കൂട്ടത്തിൽ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഇത് ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ടും 4 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ് ഇത് ഇരിക്കുന്നത് കേട്ടോ. ETZ4 മോഡൽ 2023 ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബാറ്ററി ഇരിക്കുന്നത്. ബാറ്ററിക്ക് വാറണ്ടി പീരീഡൊക്കെ ഉള്ള ബാറ്ററിയാണ്. നമുക്കതിൻ്റെ ബാറ്ററി വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ 12.93 കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ബാറ്ററിയുടെ സ്റ്റാറ്റസ് നമുക്ക് ഇതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഇതിപ്പോൾ നിലവിൽ ഓക്കെയാണ്, ബാറ്ററി വേറെ പ്രോബ്ലം ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നിലവിൽ ബ്രഷും മാറ്റി എഞ്ചിൻ ഓയിലൊക്കെ മാറ്റി നമുക്ക് റീസെറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം. ഓക്കെ.